എന്ത് ഓഫാക്കി സ്ഥലം പറ ഇത്ര വലിയ ഡെവലപ്മെന്റ് ഒന്നും വേണ്ട. അപ്പോൾ ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ആജിൻ്റെ വീട്ടിലാണ്. ഞാനും പാസി തുമ്മച്ചി എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വൈകുന്നേരം ഇപ്പോൾ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണ്. ഒന്നെങ്കിൽ അവൻ പണിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആജി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉമ്മച്ചി ഉണ്ടാവില്ല. ഇത് 3 പേര് 4 പേര് ഒന്നിച്ച് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വൈകുന്നേരം നല്ല കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ, അറിയാലോ, വെള്ളം മുങ്ങി കിടക്കല്ലോ എല്ലായിടത്തും, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തൊട്ടടുത്ത് സ്രായിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവിടെ അത് മാത്രമല്ല, കയാക്കിങ്ങും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ്, കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിലും ഉണ്ട്. ഏകദേശം സമയം ഒരു 4:30-ക്കാണ് ഞങ്ങളവിടെ എത്തുന്നത്. 4:30 അല്ല, 4 മണി 4:15 ആ ഒരു ടൈമിലാണ്. ആ ഒരു ടൈമിലും അത്യാവശ്യം ഫാമിലീസും പിള്ളേരുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് അവിടെ ഓരോ മരത്തിൻ്റെ തണലിൽ. വെയിലായതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ക്രൗഡിനെ കാണില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാരുണ്ട്. ഇതിൻ്റെ ആ കായലല്ല, ആ പാടത്തിൻ്റെ വരമ്പ് കെട്ടിയ പോലെ നമ്മൾ ഈ ഒരു കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, അതിന് ചുറ്റിലും ആളുകളുണ്ട്. ഓരോ മൂലയ്ക്ക് ഓരോ ഫാമിലീസും ഓരോ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരിക്കുക. പക്ഷേ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ കുറവാട്ടോ. അതായത് ഞാൻ വിചാരിച്ച പോലെ ഒരു ബെഞ്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. കുറച്ച് നമ്മളെ 2-3 ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വന്നിരിക്കുന്ന ഒരു ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് ഇരിക്കാനൊക്കെ ഒരു സൗകര്യമായിരുന്നു. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇരുന്ന് പോകാലോ. പിന്നെ പിള്ളേരുകൾക്ക് കുഴപ്പമില്ല, ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് വന്നിരുന്ന് കമ്പനി അടിച്ച് പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം വൈകുന്നേരം വൈബ് അടിക്കാൻ സൂപ്പർ സ്ഥലമാണ്, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ചൂണ്ടിടാൻ വന്ന ടീമുകളും അങ്ങനെ കുറച്ച് പേരെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ എന്നെ വണ്ടറടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു പാടമാണ്. അതായത് കൃഷി ചെയ്യുന്ന പാടം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ പാടം. ആ പാടത്താണ് ഇത്രയും വെള്ളം കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തനി കായലാണ്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. സൂപ്പർ കായൽ, നല്ലൊരു കായൽ. ഇതിൻ്റെ അറ്റം കാണില്ല, അതുപോലെ കിടക്കുന്നത്. ഉമ്മച്ചിയും കൂടെ എന്തൊക്കെയോ മീൻ എണ്ണി നോക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ അറ്റം. നോക്ക്, ഇവിടുന്ന് ആറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തനി ഒരു കായൽ, അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇത് പച്ചപ്പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ 2 പാടത്തിന് നടുക്ക് കൂടെയുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ കറക്റ്റാ ഫീൽ കിട്ടും. ഒരിക്കലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് പാടാന്നുള്ളത്. അതുപോലെയാണ് വെള്ളം വന്ന് കിടക്കുന്നത്. ഇതുപോലത്തെ സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങളിലുണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാലുള്ള ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ആജുവായാലും ഞാനായാലും അധിക വെയിലത്ത് കിടന്ന് ഉരുളാനൊന്നും നിന്നില്ല. പിന്നെ സാധാരണ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കുന്ന പതിവുണ്ട്. ഇന്ന് അതും നടന്നില്ല. അപ്പോഴാണ് ബാസ്യത്തിന് കയാക്കിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അതിന് പോയി. ഞങ്ങൾ സാധാരണ പോവാറുണ്ട്, നമ്മളെ ചാവക്കാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ഞങ്ങളിതുപോലെ കയാക്കിങ് പരിപാടി പോകുന്നു. പക്ഷേ ഞങ്ങൾ പോകണതിൽ ഹൈലൈറ്റ് ഉള്ളത് സിംഗിളായിട്ട് പോകാറ്. പിന്നെ ഇവിടെ കയാക്കിങ് പരിപാടിയൊക്കെ നടത്തുന്നത് നമ്മളെ സ്വന്തം ഒരു റിലേറ്റീവാണ് കേട്ടോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള മാക്സിമം ആൾക്കാരൊക്കെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തോളൂ. നമ്മൾ നാട്ടിൽ പുതിയ ഓരോ കാര്യങ്ങൾ വന്നാലല്ലേ നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞാൻ അവനും കയറി, എനിക്ക് വീഡിയോ എടുക്കാനായതുകൊണ്ട് ഞാൻ അവനെ ഫ്രണ്ടിലെത്തി. സാധാരണ ഞങ്ങൾ സിംഗിൾ എടുത്ത് പോകാറ്. മാത്രമല്ല ഞാൻ സാധാരണ ഇരിക്കുമ്പോൾ വെയിറ്റുള്ള ആളെ ബാക്കിൽ ഇരുത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാനായിട്ട് തെറ്റിച്ചതാ. പക്ഷേ ഫ്രണ്ടിലുള്ള അവൻ തുഴയുമ്പോൾ ബാക്കിലുള്ള ഞാൻ കിടന്ന് ആടുമായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചെന്ന് പറയാൻ കാരണം ഇവൻ്റെ തുഴച്ചിലും എൻ്റെ തുഴച്ചിലും രണ്ട് ഡയറക്ഷനിലായിരിക്കും ചെയ്തു. പിന്നെ നല്ല അസാധ്യ കാറ്റുണ്ടായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോൺ വെള്ളത്തിൽ പോകുന്നൊരു പേടി മനസ്സിൽ ചെറുതായിട്ട് വന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ തുഴഞ്ഞതിന് ശേഷം കയറിപ്പോന്നു. ഡ്രീം എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ആണ് അവിടെ പോയി നടത്തിയിട്ടുള്ളത്. അവരുടെയാണ് ഈ കാണുന്ന ഈ അരയന്നങ്ങളും ഈ കയാക്കിങ്ങും സിംഗിളും ഡബിളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറിന് എമൗണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ അവരതിന് ചാർജ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പോയി മാക്സിമം അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. എന്നാലല്ലേ ഇനിയും കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പോൾ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ കുറച്ച് ജിമ്മ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ വരും. പിള്ളേർ സെറ്റിനൊക്കെ വൈബ് അടിക്കാൻ വേറെ മൂഡ് സ്ഥലം കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. ചൂണ്ടിടാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും ചൂണ്ടിടുന്നവർ അങ്ങനെ വല്ലാതെ ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിൻ മറ്റേ എന്താ പറയുക, ഇതിൻ്റെ ഇവരപ്പോൾ ഒരു ഇൻചാർജുള്ള ഇതിൻ്റെയൊക്കെ ചാർജ് നോക്കുന്നൊരു ചെക്കനുണ്ട്. അവൻ ഒരു കയാക്കെടുത്തൊരു പോക്ക് പോയിട്ടുണ്ട്. അവൻ എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പാടാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഏകദേശം വർഷത്തിൽ 6 മാസം ഇതിങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഈ ഒരു പാടം. ഇപ്രാവശ്യമാണ് ഇത്ര അധികം വെള്ളം കയറിയത്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഇത്ര വെള്ളം കയറിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മാക്സിമം എത്രത്തോളം വെള്ളം എന്തോരം ഉണ്ടാവുന്നോ അത്രത്തോളം നല്ലത്. റോട്ടിലേക്ക് കിടക്കാണ്ടിരുന്നാൽ മതി, ആളുകൾക്ക് വരാനുള്ളൊരു വഴി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും ചെയ്തില്ല.
കയാക്കിങ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോകുന്നു. കാരണം വെയിലാറി, ഞങ്ങൾ വെയിലുള്ള സമയത്ത് എല്ലായിടത്തും പോകുള്ളൂ. വെയിലാറി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ഓക്കെ, അപ്പം പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം പറഞ്ഞ് നിന്നൊന്നുമില്ല. ഞങ്ങൾ 4-5 പേരും കൂടെ പാക്കപ്പായി. കാരണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ നേരമായി. ഓക്കെ, ഞാൻ കുറച്ച് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥനയുടെ സമയമാവാറായി, ബാങ്ക് കൊടുക്കാറൊക്കെ ആവാറായതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ്.